നല്ല പടം വളരെ വളരെ നല്ല. സൗബിനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. സിനിമ അടിപൊളി അടിപൊളിയാണോ? സെറ്റ് എല്ലാവരും കുഴപ്പമില്ല നല്ല സിനിമ. ഒരു ആവറേജ് പടം. ക്ലാസ് മാസം കൂടെ മിക്സ്. സൗബിൻ ഉഷാറാണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷകളും നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലേ, സൗബിന് കുറച്ചും കൂടെ സ്ക്രീൻ പ്രസൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ പടത്തിൽ സൗബിൻ കലക്കിയിട്ടുണ്ട്. ശരിക്ക് നല്ലോണം സീനുണ്ട്, അടിപൊളിയുണ്ട്. സൗബിൻ മുഴുവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വളരെ നന്നായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം, അടിപൊളി മൂവി. നല്ല പടം. കൊള്ളത്തില്ല. സീനുണ്ട്, അത് കുറച്ചുകൂടെ ഭംഗിയാക്കാറുണ്ട് തോന്നി. ഓൾമോസ്റ്റ് ഓരോ അടിപൊളി പടമാണ്. സൗബിൻ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. പുള്ളിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു സൗബിൻ്റെ. പിന്നെ ഓഫ്കോഴ്സ് രജനീകാന്ത് ഓൾമോസ്റ്റ് സെറ്റപ്പിന്. വേറൊരു മനുഷ്യനുണ്ട്, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടനുഭവിക്കും. അത്രയും പറയാം. താങ്ക് യു. സാധനം തന്നെ. അതിൽ കഥയിലൊന്നും വലിയ പുതുമാന്ന് പറയാനില്ല. അതായാലും എനിക്ക് തോന്നിയത് ക്ലാസ് മാസം കൂടെ മിക്സ് ചെയ്യണം, കുറച്ചും കൂടെ മാസം വേണമായിരുന്നു എന്ന് തോന്നി. സൗബിൻ അടിപൊളിയുണ്ട്. അമീർ ഖാൻ അടിപൊളിയുണ്ട്. ലാസ്റ്റ് അറിയാലോ, അത് കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ, അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. For the first time I didn't like the movie. It didn't work for me. I was so disappointed watching this movie. Nothing like cameo, nothing worked for me. ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരേ പാറ്റേൺ യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് മീഡിയയിൽ പറയുകയാണെങ്കിൽ പറയാം അടിപൊളിയാണ് മൂവി, എല്ലാവരും ഒന്ന് കണ്ടോന്നൊക്കെ പറയാം. വെറുതെ എന്തിനാ പൈസ കൊണ്ടേ കളയുന്നത്? ഒരു ഫീല് അതൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ബ്രോ, ആക്ച്വലി ഞാൻ ഈ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബുക്ക് ചെയ്തതാണ്. എൻ്റെ കമ്പനിക്കാരെല്ലാവരും ബുക്ക് ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ സിനിമ അത്ര എക്സ്പെക്ട് ചെയ്ത് വന്ന് കാണേണ്ട സിനിമയൊന്നുമല്ല. പിന്നെ സൗബിനും ഈ പറഞ്ഞ നാഗാർജുനും അടിപൊളിയാക്കിയിട്ടുണ്ട് മൂവി. അത് അതിനൊരു ക്രെഡിറ്റ് തന്നെ കൊടുക്കാം ലോകേഷിന്. പിന്നെ സൗബിനെ കുറേ കൂടെ ഉപയോഗിക്കാമായിരുന്നു, സിനിമയിൽ കുറേ കൂടെ സൗബിനെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ പുള്ളി അത്രമാത്രം ചെയ്തില്ല. പക്ഷെ സൗബിന് അടിപൊളിയാണ്, നല്ല രീതിക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രീ ടൈം നിങ്ങൾ ഇതൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് കാണുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പ് കയറ്റണമെങ്കിൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പോവാം. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല മൂവി. ലോകേഷിൻ്റെ ആ ഒരു ഇതിൽ വരുന്നില്ല. നമ്മുടെ കൂലി കണ്ടിറങ്ങി. കൂലി ആക്ച്വലി നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുത്തൊരു മൂവിയാണ്. ലോകേഷിൻ്റെ മൂവി എന്ന് വെച്ചാൽ രജനി, അങ്ങനെ ഒരുപാട് സ്റ്റാർസുള്ള വലിയ സ്റ്റാർസുള്ള ഒരു മൂവിയാണ്. ബട്ട് അതിലെ ആക്ഷനും കാര്യങ്ങളൊക്കെ കൊറിയോഗ്രാഫിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ BGM വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ സ്റ്റോറി ബേസ് നമുക്ക് മലയാളികൾക്ക് അത്ര ദഹിക്കില്ല. ഒരു ഫാൻസ് മൂവി എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അല്ലാതെ സ്റ്റോറി ബേസായിട്ട് മലയാളത്തിൽ അത്രത്തോളം ക്ലിക്കാകാനുള്ള സാധ്യതയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സോങ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. BGM ആണ് മെയിനായിട്ട്. പിന്നെ വിഷ്വൽ ട്രീറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറി ഒരു വല്ലാത്ത പോരായ്മ തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ആവറേജ് മൂവി എന്ന് പറയാനേ പറ്റുള്ളൂ. கூலி சூப்பர் படம். இந்த ரஜினி படம்னா இதுதான் படம். இந்த ஜெயிலருக்கு மேலே எதுவும் பண்ணலை, ஆனால் ஜெயிலர் கூட இருக்கிற படம் இந்த கூலி படம். இந்த கூலி படத்தை நீங்கள் பாருங்கள், இந்த சூப்பராக தியேட்டரில் வந்து பாருங்கள். அவ்வளோ பிரமாதமான படம். இந்த BGM அனிருத் இருக்குல்ல, சூப்பராக பண்ணி வச்சுருக்க அந்த BGM. ஆக்டர் வந்து சத்யராஜ், ரஜினிகாந்த், ஸ்ருதிஹாசன், சௌபின் ஷாஹிர், ഉപേന്ദ്ര, പിന്നെ നാഗാർജുന, ഇവரெல்லாம் இருக்காரு. இந்த அவ்வளோ பிரமாதமாக பண்ணி வச்சுருக்கேன். இந்த படத்துக்கு நெகட்டிவ் எதுவும் போடாதுங்க. அந்த மாதிரி ஒரு படம் இல்லை, LCU மாதிரி ஒரு படமே கிடையாது, விக்ரம் மாதிரி ஒரு படம் இல்லை, இது கைதி மாதிரி படம் இல்லை, லியோ மாதிரி படம் இல்லை. அந்த மாதிரி எந்த படத்தில் எக்ஸ்பெக்டேஷனோடு கூடி தியேட்டரில் வராதுங்க. நீங்கள் ஒரு படம் பார்க்கணுன்னா அந்த ஆசையில் வந்தால் போதும். அந்த ஆசையில் வந்தால் கண்டிப்பாக சூப்பர் படம். நான் உண்மை சொல்கிறேன், சத்தியமாக சொல்கிறேன், உங்களுக்கு பிடிச்ச படம் அடிப்பொளி. ரஜினி சூப்பர் ஸ்டார்னா இந்த தலைவருக்கு மேலே எவனோ ஒரு தலைவர் இனி வரக்கூடாது, வரவும் மாட்டோம். அப்படி பண்ணி வச்சிருக்க படம். இந்த 70 வயசால் இந்த மாதிரி நடிப்பின் மன்னன் தான் அவர். ஃப்ரேமில் எழுதி வச்சிருக்கல சூப்பர் ஸ்டார்னா, அந்த மாதிரி சூப்பர் ஸ்டார்னா இந்த தியேட்டரில் வந்து பாருங்கள். சூப்பர் ஸ்டார் அவ்வளோ பிரமாதமாக சூப்பராக பண்ணி வச்சுருக்கேன். டைரக்ஷன் அடிப்பொளி. லோகேஷ் கனகராஜனா brilliant director, super. Today nationally there is a talk whether Coolie will dominate or War 2 will dominate. I have just watched the Coolie movie just now.
it was like fantastic performance from Rajini sir. Rajini sir, like in this movie, they have created the AI version of Rajini sir. That's 30 years back look of Rajini sir. That was very nice. And overall, the film rides on star vehicle, like all the best superstars of the industry like Ubendra or Nagarjun or Amir Khan, and their screen presence was awesome. If you watched it in a very crowded pack or a good pack, you will enjoy it the most. And it has come up with a good background score. That's from Anirudh. He always kept his standards very high, and in this movie also he has delivered. The only average part I have felt is the screenplay. Screenplay is not up to the mark of usual Lokesh Kanagaraj movie. So if you expect a Lokesh Kanagaraj or an LCU movie style, you will be disappointed. But if you want to see the Talaivar Rajini sir and all these superstars in action, then you will definitely enjoy this movie. It's like a fan service movie for all these superstars, and especially the Upendra scenes. I liked it very, very much. And I was in Bangalore for so many years, and I know how Upendra is there in Karnataka, and they have treated him very well in this movie. How Upendra is shown in this movie, and the past showing the 30 years back scenes, and Upendra is looking like the same. He's keeping that physicality, everything intact, and it was much. Very much appreciable how he is keep his good looks in this age also, and Rajini sir also. It's a star vehicle. If you expect an entertainer with all these stars in action, you can enjoy it. But if you feel like it's a Lokesh movie and you expect that one, you will be disappointed. Thank you. പടം അടിപൊളി പടം. രജനീകാന്തിൻ്റെയൊക്കെ സൂപ്പർ ഒരു മാസ് ഇതായിരുന്നു. കണ്ടിരിക്കാൻ എന്തായാലും തിയേറ്ററിലിരിക്കുമ്പോൾ പടം കാണുമ്പോൾ തന്നെ രജനീകാന്തിൻ്റെ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചായിട്ട് കയറി വരും. അപ്പോൾ ഒന്നും പറയാനില്ല. സൗബിൻ ഷായറിൻ്റെ ഒക്കെ നല്ല കിടു സാധനമാണ്. വില്ലൻ വേഷമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ പാട്ട് മോണിക്ക, അത് പടം ഇറങ്ങണേക്ക് മുമ്പ് തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാട്ടാണ്. എങ്കിലും പടത്തിൻ്റെ ഒപ്പം ആ പാട്ട് വന്നപ്പോൾ തന്നെ, പാട്ടും പടവും കൂടി എല്ലാം കൂടി വന്നപ്പോൾ തന്നെ തിയേറ്റർ ഒരു ശരിക്കും കുലുങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമില്ല, സൂപ്പർ പടമാണ് എന്തായാലും. രജനീകാന്തിൻ്റെയൊക്കെ നല്ലൊരു ഫൈറ്റും ഇതൊക്കെ ഉണ്ട്. നല്ല മാസ് പടം. കുടുംബക്കാർക്കെല്ലാം പ്രേക്ഷകർക്കെല്ലാം വന്ന് കാണാം, എൻജോയ് ചെയ്യാം. പിള്ളേർക്കൊക്കെ പറ്റിയ നല്ല പടം.